ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് കോട്ടയില്ലേ, അവിടേക്ക് പോകുന്ന വീഡിയോ ആണ്. പെട്ടെന്നുള്ള പ്ലാൻ ആയിരുന്നു. വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അവിടെ പോയി ഒന്ന് കാണാൻ വിചാരിച്ചു. അവിടേക്ക് ഞങ്ങൾ അധികം പോകാറില്ല. അതായത് സ്വന്തം നാട്ടിലായതുകൊണ്ട് അധികം അങ്ങോട്ടുള്ള സ്ഥലത്തേക്കൊന്നും പോകാറില്ല. നിങ്ങൾ അങ്ങനെ ആയിരിക്കും അല്ലേ? ഞാൻ ചില സമയത്ത് പോകുമ്പോൾ അതിങ്ങനെ വീഡിയോ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ട് എടുക്കാറില്ല. അപ്പം പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് കുറച്ച് വീഡിയോ എടുത്ത് വെക്കാറുള്ളൂ. അപ്പം അങ്ങനെ എടുത്ത വീഡിയോ ആണ് ഇത്. പാലക്കാട് ജില്ലയിൽ കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമുക്ക് കണ്ടു കണ്ട് ശീലമായാലും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ കുറെ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണ്. ഞങ്ങൾ പോകുന്ന സമയത്ത് പണ്ട് എപ്പോഴോ പോകുമ്പോൾ ഇതിലും ഇത്ര മീനൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്രാവശ്യം പോകുമ്പോൾ കുറേ മീനും കുറേ ആമയായിട്ട് കാണാൻ നല്ല നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഉഗ്രം വെയിലായതുകൊണ്ട് പിന്നെ പറയാതിരിക്കാനേ പറ്റില്ല, അത്ര നല്ല സുഖം ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ മീനും ആമയൊക്കെ കുറെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ അതൊരു സുഖം, വേറൊരു സുഖം. അത് അവിടെ പോയി തന്നെ കാണണം. അപ്പൊ കാണാൻ ഇഷ്ടമുള്ളവർ അവിടെ പോയി ഇതൊക്കെ ഒന്ന് കാണേണ്ടതാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി പോകുമ്പോൾ ഫ്രണ്ടിൽ തന്നെ നോട്ടീസ് ബോർഡിലെ ഒരു സംഭവത്തിൽ മറ്റേ ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ കോട്ടന്റെ പ്രത്യേകതകളെ കുറിച്ച് നിർമ്മിച്ചതിനെ കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പം അത് കുറച്ചു നേരം വായിച്ച് നോക്കിയിട്ട് ഉള്ളിൽ കയറി പിന്നെ ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലായതുകൊണ്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നമ്മുടെ ആൾ റെഡിയായി. ഞങ്ങൾ റെഡിയായി നിന്നത് ഫോണൊക്കെ പിടിച്ചിട്ട് ഫോൺ കണ്ടിട്ടാണെന്ന് അറിയില്ല. രണ്ട് ഏട്ടന്മാർ വന്നിട്ട് ചാലഞ്ചിന് തയ്യാറാണോ ചോദിച്ചു. അപ്പം എന്ത് ചാലഞ്ചാണ് ചോദിച്ചു ഞാൻ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ എന്തെങ്കിലും മണ്ടത്തരങ്ങളായിട്ട് ഉത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഫണ്ണി വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ലാന്ന് പറഞ്ഞു. നമുക്ക് കയറി കഴിഞ്ഞത് അവിടെ ഒരു ഹനുമാൻ അമ്പലമുണ്ട്. ഹനുമാൻ അമ്പലത്തിൽ നമുക്ക് അങ്ങനെ ഇന്ന ആൾക്കാർക്ക് പോകണം അങ്ങനെയൊന്നുമില്ല. പ്രാർത്ഥിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പ്രാർത്ഥിക്കുക, അല്ലാത്തവർക്ക് പ്രാർത്ഥിക്കാതിരിക്കുക, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പാലക്കാട് കോട്ട കാണാം. നേരെ നോക്കിയാൽ കാണുന്നത് ഒരു വീട് പോലെ ഉണ്ടായാലും അതൊരു സെൻട്രൽ ജയിലാണ്. അടുത്ത് പോയി നോക്കണം. അതും നമുക്ക് നമ്മളധികം ജയിലിലൊന്നും പോവാത്തത് കൊണ്ട് അതൊക്കെ കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെന്റ് ആണ്. എങ്ങനെയായിരുന്നു അങ്ങനത്തെ ജയില് അതൊക്കെ കാണാൻ. ഈ മരം പെട്ടെന്ന് നോക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേകത തോന്നി. അതുകൊണ്ട് ഞാൻ അത് തന്നെ സൂക്ഷിച്ച് നോക്കിയിട്ട് നിൽക്കുകയായിരുന്നു. വീഡിയോയിൽ അത് എത്രമാത്രം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. അത് നേരിട്ട് കാണണം. ഈ മരത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. பார்க்கவே இல்லை எப்படி.
ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാട് കോട്ടയ്ക്കുള്ളിലെ ഇൻഫർമേഷൻ ഗാലറിയുള്ള ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള കോട്ടകളെ കുറിച്ചും കല്ലിനെ കുറിച്ചൊക്കെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് അവിടെ. അപ്പോൾ അത് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയി വായിച്ചു നോക്കി അറിയാൻ പറ്റും. തഞ്ചാവൂർ പോകണമെന്നുണ്ട് കേട്ടോ എനിക്ക്. പക്ഷെ അവിടെ ഇതെടുക്കില്ല, ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ നല്ല വെയിലായതുകൊണ്ട് നമ്മൾ ഓവർ നിന്ന് കരിഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ തൊട്ടടുത്ത് തന്നെ പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ വേറെ പാർക്കിംഗ് ചാർജ് കൊടുത്തിട്ട് വേണം കയറാൻ. അവിടെ കുറച്ച് പൂക്കളുണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കുട്ടികളെയും കൊണ്ട് പോകുന്നവർക്ക് നല്ല രസമായിരിക്കും. സമയം പോകാനൊക്കെ ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് അവിടെ. അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ചാൽ കോട്ടയ്ക്ക് പോകുമ്പം GPay ഒന്നും അലവുകളില്ല തോന്നുന്നു. കയ്യിൽ ക്യാഷ് വെച്ചിട്ട് പോകണം, ഇല്ലെങ്കിൽ അതുവരെ പോയത് വേസ്റ്റ് ആവും. പിന്നെ എവിടെ പോയാലും ഉപ്പിലിട്ടത് കണ്ട് എനിക്ക് അപ്പം വാങ്ങണം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പൈനാപ്പിൾ വാങ്ങിച്ച് തിന്നാന്ന് വിചാരിച്ചു. പിന്നെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഇവിടെ പാലക്കാട് കോട്ട കാണാൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റോടൊപ്പം നമുക്ക് ഒരുപാട് പ്രണയിതാക്കളെ കാണാം. അപ്പോൾ നമ്മൾ അവരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നാണക്കേടാവുന്നതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാനേ പോകാൻ പാടില്ല. അതാണ് മെയിൻ കാര്യം. അപ്പോൾ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ പറയുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.